ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ നേത്ര ശസ്ത്രക്രിയ പുനരാരംഭിച്ചു. 2 ആഴ്ചയിൽ ഒരു തവണ ശസ്ത്രക്രിയ നടക്കും. അനിശ്ചിതത്തിനൊടുവിൽ താലൂക്ക് ആശുപത്രിയിൽ നേത്ര ശസ്ത്രക്രിയാ വിഭാഗം പ്രവർത്തനം തുടങ്ങി. 2.5 വർഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് തിമിര ശസ്ത്രക്രിയ പുനരാരംഭിച്ചത്. കഴിഞ്ഞ ദിവസം 2 ഡോക്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ നടന്നത്. ഇനി 2 ആഴ്ചയിൽ ഒരു തവണ ശസ്ത്രക്രിയ നടക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇതുവരെ ശസ്ത്രക്രിയ ആവശ്യമുള്ളവർക്ക് ജില്ലാ ആശുപത്രിയെയോ സ്വകാര്യ ആശുപത്രികളെയോ ആശ്രയിക്കേണ്ട സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ നേത്രരോഗ വിദഗ്ധ ഡോക്ടർ TV സിത്താര, ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലെ നേത്രരോഗ വിദഗ്ധ ഡോക്ടർ അനിമ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയ നടന്നത്. അനിമ നേരത്തെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറായിരുന്നു. നേത്ര ശസ്ത്രക്രിയാ വിഭാഗം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം 2022 ഒക്ടോബറിൽ പൊളിച്ചു നീക്കിയതോടെയാണ് പ്രതിസന്ധിക്ക് തുടക്കമായത്. മാസ്റ്റർ പ്ലാൻ പ്രകാരമുള്ള പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത്. എന്നാൽ അന്ന് നേത്ര ശസ്ത്രക്രിയാ വിഭാഗത്തിന് മറ്റൊരു കെട്ടിടത്തിൽ സൗകര്യം ഒരുക്കാത്തത് മൂലമാണ് പ്രവർത്തനം നിശ്ചലമായി പോയത്. പിന്നീട് അർബുദ ചികിത്സാ കേന്ദ്രത്തിന് നിർമ്മിക്കപ്പെട്ട കെട്ടിടത്തിന്റെ മുകൾ നിലയിലെ സൗകര്യം ഒരുക്കിയിരുന്നെങ്കിലും ഡോക്ടർ സ്ഥലം മാറിപ്പോയതിനാൽ ഫലമുണ്ടായില്ല. പിന്നീട് മറ്റൊരു ഡോക്ടർ എത്തിയെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ശസ്ത്രക്രിയ നടന്നിരുന്നില്ല. ചുമതലയേറ്റ ഡോക്ടർ സസ്പെൻഡ് ചെയ്യപ്പെട്ടതോടെ പ്രതിസന്ധി തുടർന്നു. ഇതിനുശേഷമാണ് ഡോക്ടർ TV സിത്താര ചുമതലയേറ്റത്. നേരത്തെ ഇവർ ഇവിടെ നേത്ര ശസ്ത്രക്രിയ ചെയ്തിരുന്ന ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ അനിമയെ സഹായത്തിനു കൂടി നിയോഗിച്ചതോടെ പ്രതിസന്ധി നീങ്ങി. 2019 ജൂലൈയിലാണ് താലൂക്ക് ആശുപത്രി നേത്ര ശസ്ത്രക്രിയാ വിഭാഗം പ്രവർത്തനം തുടങ്ങിയത്. തിമിര ശസ്ത്രക്രിയ ഉൾപ്പെടെ 600-ലേറെ ശസ്ത്രക്രിയകൾ ഇതിനകം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് പോലും ഇവിടെ ശസ്ത്രക്രിയ മുടങ്ങിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം സഹായത്തിന് നിയോഗിക്കപ്പെട്ട ഡോക്ടർ അരുണിമയുടെ നേതൃത്വത്തിലായിരുന്നു കോവിഡ് കാലത്തും മുടങ്ങാത്ത സേവനം. KCV ന്യൂസ്, ഒറ്റപ്പാലം.